कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ശ്രീമദ്ഭാഗവതം ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഷഷ്ഠസ്കന്ധം 1-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ 26 അധ്യായം കൊണ്ട് നമ്മൾ സ്ഥാനം എന്ന ഭാഗവതലക്ഷണം അല്ലെങ്കിൽ ലീല വർണ്ണിച്ചതിന് ശേഷം ഇപ്പം 6-ാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായമാണുള്ളത്. അതിൽ പോഷണം എന്ന ആ ലക്ഷണത്തിനെയാണ് പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം വേണമല്ലോ എന്തും പുഷ്ടിപ്പെടാനേ. അപ്പം ഭഗവാന്റെ കാരുണ്യം പിന്നെ സാധാരണ എല്ലാവരുടെയും കാരുണ്യം പോലെയല്ല. അത് അജാമിളനെ അങ്ങനെ ഭഗവാൻ വളരെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അതുപോലെ തന്നെ ദേവേന്ദ്രനെ, പിന്നെ വിശ്വരൂപനെ കൊന്നൂലോ, ആ ദേവേന്ദ്രനെ രക്ഷിച്ചു. അത് പറയേണ്ടതില് പിന്നെ വൃത്രാസുരന്റെ കഥ പറയുന്നുണ്ട്. ഇങ്ങനെ 19 അധ്യായങ്ങളിൽ അജാമിളന്റെ കഥ, വിശ്വരൂപന്റെ കഥ, വൃത്രാസുരന്റെ കഥ, മരുദേവന്മാരുടെ കഥ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ 6-ാം സ്കന്ധത്തിൽ കാര്യമായിട്ട് പറയണത്. ആദ്യത്തെ അധ്യായത്തില് അജാമിളനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്ന വിഷ്ണുദൂതന്മാരുടെ ആജ്ഞ കൊണ്ടുപോകാൻ പാടില്ല പറയൂലോ വിഷ്ണുദൂതന്മാര് അജാമിളനെ. അപ്പൊ യമദൂതന്മാര് എന്തൊക്കെയാണ് ധർമ്മത്തിന്റെ ലക്ഷണം എന്ന് പറയണതാണ് ഇതില് പിന്നെ വിവരിച്ചിരിക്കണം. അപ്പൊ നമുക്ക് 1-ാം അധ്യായം തുടങ്ങാം. 1-ാം അധ്യായം രാജോവാച. പരീക്ഷിത് മഹാരാജോ പറയാണ്, നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതാ യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംസൃതി. അതാണ് ആദ്യത്തെ ശ്ലോകം ഇതില്. ഇതിൽ അജാമിളന്റെ കഥയാണ് പറയാൻ പോണ. ആദ്യം യമദൂതന്മാര് വിഷ്ണുദൂതന്മാര് കൊണ്ടുവരുന്ന പറയുമ്പോ യമദൂതന്മാര് എന്തുകൊണ്ടാണ് ധർമ്മത്തിന്റെ ലക്ഷണം പറയണതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, ഇതിന്റെ അർത്ഥം നോക്കാം. ഭഗവത ആദൗ, അതായത് സർവജ്ഞനായിട്ടുള്ള അങ്ങയാൽ ആരംഭത്തിൽ വ്യാസനോട് ശുഖബ്രഹ്മർഷിയോട് പറയാണ്, പരീക്ഷത്തെ അങ്ങ് ആദ്യം നിവൃത്തിമാർഗ, സംസാര നിവൃത്തി, അതായത് സംസാരത്തിന് നിവൃത്തി, രക്ഷപ്പെടാനുള്ള മാർഗം യഥാ വേണ്ട വിധത്തിൽ കഥിത ഉപദേശിക്കപ്പെട്ടു. അതിനാൽ ആ നിവൃത്തി മാർഗത്താൽ ക്രമയോഗോപലബ്ധേന, അതായത് ക്രമമുക്തി, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്രമമുക്തിയൊക്കെ ബ്രഹ്മണ സഹ, ബ്രഹ്മദേവനോട് കൂടി അസംസൃതി, സംസാരം സംഭവിക്കുന്നു. എന്താ അതിൽ പറഞ്ഞാലേ, 2യ സ്കന്ധത്തിൽ നമ്മള് ക്രമമുക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഓരോ ലോകത്തു കൂടെ പോയി അവസാനം ബ്രഹ്മലോകത്ത് ചെന്ന് ഇരിക്കുന്നിട്ട് ബ്രഹ്മാവിന്റെ ആയസ് കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ കൂടെ ഭഗവാനെ ലയിക്കും. അതാണ് ക്രമമുക്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോ വിദ്യ, തപസ്, യോഗം ഇതുകൊണ്ടൊക്കെ വിശുദ്ധനായി തീർന്ന ജീവൻ വൈശ്വാനരം, ശിശുമാര ചക്രം മുതലായ പല ജ്യോതിർമണ്ഡലങ്ങളിൽ കൂടെയും പോയിട്ട് അവസാനം ബ്രഹ്മലോകത്തിലെത്തും. എല്ലാ ലോകങ്ങളിലും അവർക്ക് കാണണമെന്ന് മോഹമുള്ള, അതായത് മുക്തി ലഭിക്കും ഇവർക്ക്. പക്ഷെ ഉടനെ സദ്യോമുക്തി അല്ല, പെട്ടെന്ന് മുക്തി ലഭിക്കാത്തവരാ ക്രമമുക്തി ആഗ്രഹിക്കുന്നവര്. അപ്പോൾ ഓരോ ലോകങ്ങളിലും ക്രമമായിട്ട് അവർക്ക് ആഗ്രഹമുള്ള ലോകങ്ങളിലൊക്കെ പോവും. വൈശ്വാനരം, ശിശുമാര ചക്രം, നമ്മൾ ശിശുമാരനുണ്ടോ, അങ്ങനത്തെ ജ്യോതിർഗോളങ്ങളിലും എല്ലാം പോയി അവസാനം ഈ ക്രമമുക്തി ആഗ്രഹിക്കുന്ന യോഗികള് അവസാനം ബ്രഹ്മലോകത്തിലെത്തും. എന്നിട്ട് പിന്നെ ബ്രഹ്മാവിന്റെ 2 പരാർത്ഥം ആണല്ലോ ബ്രഹ്മാവിന്റെ ആയസ്. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനോട് കൂടി പരമാർത്ഥ തത്വത്തില് ലയിച്ചിട്ട് ആത്യന്തികമായിട്ടുള്ള സംസാര നിവൃത്തി നേടുന്നു എന്നാണ് ഇപ്പൊ ഈ ഒരു ശ്ലോകത്തില്. അതൊക്കെ അങ്ങ് പറഞ്ഞു തന്നു എനിക്ക് എന്ന് പറയാണ്. അതൊക്കെ ദ്വിതീയ സ്കന്ധത്തിലൊക്കെ പറഞ്ഞു തന്നുല്ലോ. നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതാ യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംസൃതി. ഇനി 2ാമത്തെ പ്രവൃത്തി ലക്ഷണശ്ചൈവ ത്രൈഗുണ്യ വിഷയോ മുനെ യോ സാവലീന പ്രകൃതേ ഗുണസർഗ പുനഃ.
പിന്നെയോ ഹേ ഋഷിശ്രേഷ്ഠ, അതായത് സുഖബ്രഹ്മർഷേ, അലീന പ്രകൃതേഹേ, പ്രകൃതിവാസന നശിക്കാത്തവന്, അതായത് കഴിഞ്ഞാൽ മുക്തി, ക്രമമുക്തി ലഭിച്ചവർ, അതായത് കർമ്മബന്ധനമൊക്കെ ഇല്ലാണ്ടായിട്ടുള്ളവർക്ക്. ഇതിലെന്താ, പ്രകൃതിവാസന നശിക്കാത്തവന് ത്രൈഗുണ്യ വിഷയ, ത്രിഗുണാത്മകമായ ഈ പ്രകൃതിയുടെ കാര്യത്തെ ലക്ഷ്യമാക്കി പുനഃ വീണ്ടും വീണ്ടും ഗുണസർഗ, ഈ ദേഹം പിന്നെയും പിന്നെയും സ്വീകരിക്കുക. യാതൊരു പ്രവൃത്തി ലക്ഷണാപ്രവൃത്തി മാർഗമുണ്ടോ അസൗച ഏവ, അതും അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. ഏതാ, തൃതീയ സ്കന്ധത്തില് എന്താണ് പ്രവൃത്തി മാർഗത്തെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. പ്രകൃതി വാസന നശിച്ചിട്ടില്ലാത്ത മനുഷ്യൻ പരലോകത്തില്, അതായത് നല്ല കർമ്മങ്ങൾ ചെയ്ത ഒരു പരലോകത്തില് സ്വർഗം അനുഭവിക്കും. എന്നിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ ആദ്യേ ഈ ഭൂമിയിൽ വന്ന് ജനിക്കും. ഇങ്ങനെ കർമ്മവാസന നശിക്കാത്തവര് ഈ ജനന മരണ ചക്രങ്ങളിൽ ചുറ്റിത്തിരിയുന്നു എന്ന് അങ്ങ് തൃതീയ സ്കന്ധത്തില് പറഞ്ഞു തന്നു. അതാണ് ദ്വിതീയ സ്കന്ധത്തില് മുക്തി, ക്രമമുക്തി പറഞ്ഞു. തൃതീയ സ്കന്ധത്തില് വാസന നശിക്കാത്തവര് പിന്നെയും ഇങ്ങനെ ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞു തന്നൂലോ അങ്ങന്നാണ്. അതായത് പ്രവൃത്തി മാർഗത്തില് സഞ്ചരിക്കുമ്പോൾ പിന്നെയും പിന്നെയും ജന്മമരണം ഉണ്ടാവും. നിവൃത്തി മാർഗത്തിലാവുമ്പോഴാണല്ലോ മോക്ഷം കിട്ടുക. അപ്പൊ അത് പറഞ്ഞു തന്നു. പ്രവൃത്തി ലക്ഷണശ്ചൈവ ത്രൈഗുണ്യ വിഷയോ മുനി യോസാവലീന പ്രകൃതേ ഗുണസർഗ പുനഃ. ഇനി 3. അധർമ്മലക്ഷണാ നാനാ നരകാശ്ചാനുവർണിത മന്വന്തരശ്ച വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യഥാ. ഇനിയോ അധർമ്മ ലക്ഷണ, അധർമ്മങ്ങളുടെ സ്വരൂപങ്ങളായ പലതരം നരകാഹാച്ച, നരകങ്ങളും അനുവർണിത, തുറന്നു വർണ്ണിക്കപ്പെട്ടു. യാതൊന്നിനാൽ സ്വയംഭുവ, സ്വയംഭുവമെന്ന ആദ്യത്തെ മന്വന്തരം ഉണ്ടായോ, അതും വ്യാഖ്യാത, വിസ്തരിക്കപ്പെട്ടു. അതിനുശേഷം അങ്ങ് 5-ാം സ്കന്ധത്തില് ഈ പലതരം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള നരകങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. പിന്നെ 5-ാം സ്കന്ധത്തിൽ തന്നെ മന്വന്തരം, അതായത് സ്വയംഭൂ മനുവിന്റെ മക്കളുടെ 4-ാം സ്കന്ധത്തിലും 5-ാം സ്കന്ധത്തിലായിട്ട് ഉത്ഥാനപാദന്റെയും ധ്രുവന്റെയും പ്രിയവ്രതന്റെയും അതും അങ്ങ് പറഞ്ഞു തന്നു എന്ന് പറയാണ്. അധർമ്മലക്ഷണ നാനാ നരകാശ്ചാനുവർണിത മന്വന്തരശ്ച വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യഥാ. ഇനി 4-5 ഇപ്പൊ കഴിഞ്ഞതൊക്കെ പറയാണ് പരീക്ഷത്തെ, എന്നിട്ട് പിന്നെ ചോദിക്കും. അതാണ് പോഷണം എങ്ങനെയാണ്. 4 പ്രിയവ്രതോത്ഥാന പാദോർവശസ്തച്ചരിതാനി ചാം ദ്വീപവർഷ സമുദ്രാദ്രി നദ്യുദ്യാന വനസ്പതീൻ. 4-5 ഒന്നിച്ച് ചെയ്യാം. ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനത ജ്യോതിഷാം വിവരാണാം ച യഥേദമസൃജദ്വിഭു. പിന്നെന്തൊക്കെയാ പറഞ്ഞാച്ചാ, പ്രിയവ്രതന്റെയും പ്രിയവ്രത ഉത്ഥാനപാദോഹോ എന്ന് പറഞ്ഞുല്ലോ. പ്രിയവ്രതന്റെയും ഉത്ഥാനപാദന്റെയും വംശവും വ്യാഖ്യാനിച്ചു പറഞ്ഞു. തച്ചരിതാനീച്ച, അവരുടെ കഥകളും പറഞ്ഞു. ദ്വീപവർഷ സമുദ്ര അദ്രി നദ്യുദ്യാന വനസ്പതി, ദ്വീപുകള്, ഭൂഖണ്ഡങ്ങള്, സമുദ്രങ്ങള്, പർവ്വതങ്ങള്, ഉപവനങ്ങള് ഒക്കെ പറഞ്ഞല്ലോ നമുക്ക്, അല്ലെ? നമ്മൾ ഈ നവവർഷങ്ങളൊക്കെ കണ്ടുല്ലോ, ദ്വീപുകളൊക്കെ. ഭാഗലക്ഷണമാനത, അങ്ങനത്തെ വിഭാഗങ്ങളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ അളവുകളും ഒക്കെ പറഞ്ഞു. ധരാമണ്ഡല സംസ്ഥാന ജ്യോതിഷാം, പിന്നെ ഭൂമണ്ഡലത്തിന്റെ, ഭൂമി മുഴുവൻ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. പിന്നെ ജ്യോതിഷാം, ജ്യോതിർഗോളങ്ങളുടെ കാര്യം പറഞ്ഞു. വിവരാണാം ച, പിന്നെ അധോലോകങ്ങളുടെ ലോകം പറഞ്ഞു, അല്ലെ? അധോലോകങ്ങളെല്ലാം സുതലം, മതലം, വിതലം, മഹാതലം, അല്ലെ? തലാതലം ഒക്കെ പറഞ്ഞു. വിഭു സർവേശ്വരൻ യഥാ, ഏതുവിധം ഇതിനെയെല്ലാം അസൃജത് സൃഷ്ടിച്ചുവോ തഥാ, അതും പറഞ്ഞു. അപ്പൊ അങ്ങ് എനിക്ക് അനവധി കാര്യം പറഞ്ഞു. പ്രിയവ്രതന്റെ ഉത്ഥാനപാദന്റെ കഥ, പിന്നെ ഈ ദ്വീപുകള്, ഭൂഖണ്ഡങ്ങള്, പർവ്വതങ്ങള്, നദികള്, പിന്നെ സമുദ്രങ്ങളൊക്കെ ഉണ്ടായത്,
പിന്നെ എന്താ ജ്യോതിർഗോളങ്ങള് എന്ന് വേണ്ട എങ്ങനെ ഇതിനൊക്കെ സൃഷ്ടിച്ചെന്നും അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പ്രിയവ്രതോത്താനപദോർവശസ്തച്ചരിതാനി ച ദ്വീപവർഷ സമുദ്ര അദ്രിനദ്യുദ്യാന വനസ്പതീൻ ധാരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനത ജ്യോതിഷാം വിവരാണാം ച യഥേദമസൃജത് വിഭൂ. അതായത് ചതുർത്ഥവും പഞ്ചമവും സ്കന്ധങ്ങളില് ഈ ശുഗബ്രഹ്മർഷി പറഞ്ഞതാണ്. അപ്പൊ 4, 5 സ്കന്ധങ്ങളിൽ പറഞ്ഞതൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഇനി 6 ആധുനേഹ മഹാഭാഗ യഥൈവ നരകാന്നരാ നാനോഗ്രയാതനാന്നേയാ തന്മേ വ്യാഖ്യാതുമർഹസി. ഹേ മഹാത്മൻ, ഹേ മഹാഭാഗ എന്ന് വിളിച്ചുല്ലോ. ഹേ മഹാത്മൻ, ഇഹ ഈ ലോകത്തിൽ നര മനുഷ്യൻ യഥാ ഏവ ഏതൊരു ഉപായത്താൽ അല്ലെങ്കിൽ ഏതൊരു പിന്നെ കാരണം കൊണ്ട് പലതരം നാനോഗ്രയാതനാൻ പലതരം തീവ്രമായിട്ടുള്ള വേദനകളോട് കൂടിയ നരകങ്ങളെ ഇയാത് പ്രാപിക്കയില്ലയോ തദ് ആയത് അധുനാമേ എനിക്കിപ്പോൾ വ്യാഖ്യാതും സവിസ്തരം അർഹസി. എനിക്കത് പറഞ്ഞു തരണം. ഇതൊക്കെ അങ്ങ് പറഞ്ഞു നീ എനിക്ക് എന്താ കേൾക്കാൻ ആഗ്രഹം ചാൽ അതാണപ്പൊ നീ പറയണത്. എന്താ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ പറയണ വെച്ചാൽ ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ട് എനിക്ക് പുനരാവൃത്തിരഹിതമായിട്ടുള്ള മോക്ഷം, അതായത് സച്ചിദാനന്ദ സ്വരൂപത്തിൽ ലയിക്കാനുള്ള ആ ഒരു ഇത് എങ്ങനെയാന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇഹലോകത്തിലെ മനുഷ്യൻ പാപം ചെയ്താലും കൂടിയും, പാപം ചെയ്യേണ്ടി വന്നു അറിയാണ്ട് പാപം ചെയ്തു വെച്ചാലും ഈ അനവധി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള നരകത്തിലെത്താണ്ടിരിക്കാൻ എന്താ വേണ്ടെന്ന്. അതായത് ഞാൻ ഇപ്പൊ പാപം ചെയ്തു വെച്ചാലും എനിക്ക് ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നരകം ഒഴിവാക്കാൻ എങ്ങനെയായാലാ പറ്റാന്ന്. ഇപ്പൊ നമ്മള് കുറച്ച് പാപം ചെയ്തു, പാപം ചെയ്താൽ അതിന്റെ ഫലം നമുക്ക് നരകത്ത് പോയി അനുഭവിക്കേണ്ടിയിരുന്നാണല്ലോ. എന്നാൽ പാപം ചെയ്തു, അതിന് നല്ല പശ്ചാത്താപം ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ആ നരകയാതനകൾ ഒഴിവാക്കുക എന്നൊന്ന് പറഞ്ഞു തരണം എന്ന് പറയാണ്. നിത്യാനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപത്തിൽ ഇപ്പൊ പാപം ചെയ്താലും ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് നരകം ഒഴിവാക്കി എനിക്ക് സച്ചിദാനന്ദ സ്വരൂപത്തിൽ ലയിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മോക്ഷം കിട്ടുക. പാപം ചെയ്താലും ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ആ നരകയാതന ഒഴിവാക്കി എനിക്ക് മോക്ഷം ലഭിക്കാൻ സാധിക്കുക എന്ന് പറയണം എന്നാണ് ഇതിൽ പറയണത്. അധുനേഹ മഹാഭാഗ യഥൈവ നരകാന്നര നാനോഗ്രയാതനാന്നേയ തന്മേ വ്യാഖ്യാതും അർഹസി. അതെനിക്ക് പറഞ്ഞു തരാൻ, ഞാൻ അത് കേൾക്കാൻ അർഹിക്കുന്നു. മീൻസ് എനിക്കത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്നേ അർത്ഥമുള്ളൂ. അപ്പോ ശ്രീശുകൻ ബ്രഹ്മർഷി അപ്പോ അതിന് ഇനി മറുപടി പറയാൻ തുടങ്ങുകയാണ്. ശ്രീശുക ഉവാച, 7ാമത്തെ കേട്ടോ. ന ചേതിഹൈവാപചിതിം യഥാംഹസ കൃതസ്യ കുര്യാൻ മന ഉക്തി പാണിഭി ധ്രുവം സ വൈ പ്രേത്യ നരകാനുപൈതി യേ കീർത്തിതാമേ ഭഗവസ്തിഗ്മയാതന. എന്താണ് ഈ സുബ്രഹ്മർഷി പറയാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്താലാണ് മോക്ഷം കിട്ടുക, പാപം ചെയ്താൽ പോലും എന്നുള്ളത് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. മന ഉക്തി പാണിഭി, മനസ്സ് നോക്കട്ടെ കേട്ടോ. അതെ, ആധുനിക, അതെ അതെ നോക്കട്ടെ, ശരി, അതെ. എന്താ തെറ്റായിട്ട് എനിക്ക് കാണുന്നത് ഇതില്. നോക്കട്ടെ കേട്ടോ. 7ാമത്തെ അല്ലേ, എന്തോ ഒരു എന്നാ ചെയ്തി. അതെ അതെ അതെ. മന ഉക്തി പാണിഭി, മനസ്സ് വാക്ക് പിന്നെ കയ്യ് എന്നിവ കൊണ്ട് കൃതസ്യ ചെയ്യപ്പെട്ടതായ അംഹസ പാപങ്ങൾക്ക്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കയ്യുകൊണ്ടോ ചെയ്യപ്പെട്ട പാപത്തിന് ഇഹ ഏവ ഈ ലോകത്തിൽ വെച്ചു തന്നെ
അപചിതിം പ്രായശ്ചിത്തം കർമ്മത്തെ യഥാ വിധിപ്രകാരം ന കുര്യാത് അനുഷ്ഠിച്ചില്ലെങ്കിൽ, നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ സ പ്രേത്യ, അതായത് പ്രേതായതിനു ശേഷം അവൻ മരിച്ച ശേഷം എന്താവും? ധ്രുവം വൈ, തീർച്ചയായും നരകങ്ങളിലേക്ക് ഉപൈതി നമ്മൾ പോവും. യാതൊന്നുകൾ തിഗ്മയാതന, എന്നിട്ട് അവിടെ അനവധി വളരെ ഘോരമായിട്ടുള്ള യാതനകളെ സഹിക്കണം. മേ ഭവത, എന്നാൽ അങ്ങയ്ക്ക് കീർത്തിദാഹ, വർണ്ണിച്ചു പറയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞ്? പ്രായശ്ചിത്തം ചെയ്ത്, ഇവിടെ ഒരുപാട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ഇവിടെ പ്രായശ്ചിത്തം പാപങ്ങൾ ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്തില്ല എങ്കിൽ, പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ മനസ്സ്, വാക്ക്, ശരീരം എന്നിവ കൊണ്ട് പാപം ചെയ്തിട്ട് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ നമുക്ക് മരണാനന്തരം കഠിനമായിട്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ട നരകങ്ങളിൽ പോണ്ടിരും എന്ന് ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നൂലോ എന്ന് പറയാണ് ശുകബ്രഹ്മർഷി. ഞാൻ പറഞ്ഞൂലോ നരകത്തിൽ പോണ്ടിരും, അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിന് പ്രായശ്ചിത്തം ചെയ്തതുമില്ല വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിന് പോണ്ടിരുന്നൊക്കെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞുവല്ലോ, പറഞ്ഞൂലോ പഞ്ചമസ്കന്ധത്തിലൊക്കെ. അതാണ് ശുകബ്രഹ്മർഷി പറഞ്ഞത്. ഞാൻ അതൊക്കെ പറഞ്ഞു തന്നൂലോ എന്ന് പറയാണ്. ഇനിയപ്പോ നമുക്ക് 7 വായിച്ച് 8ലേക്ക് പോവാം. ന ചേദിഹൈവാപചിതിം യഥാംഹസ കൃതസ്യ കുര്യാന്മന ഉക്തിപാണിഭി ധ്രുവം സ വൈ പ്രേത്യ നരകാനുപൈതി യേ കീർത്തിദാമേ ഭഗവസ്തിഗ്മയാതന. 8. തസ്മാത് പുരൈവാശ്വിഹ പാപനിഷ്കൃതൗ യതേതമൃത്യോരവിപദ്യതാത്മനാ ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ ഭിഷക് ചികിത്സേത രുജാം നിദാനവിത്ത്. എന്താണ് പറയണെച്ചാൽ, തസ്മാത്, അതുകൊണ്ട്, മൃത്യോഹോ, മരണത്തിന്, പുരാ ഏവ, മരണത്തിന് വളരെ മുമ്പന്നെ, അവിപദ്യത, അതായത് നമുക്ക് ശക്തി ഇല്ലാതെ ആവണ കാലം ആവണേന്റെ മുമ്പേന്ന്, വയസ്സാവുമ്പോ ശക്തി ഇല്ലാണ്ടേ ഊരോ. അവിപദ്യത, ശക്തി ക്ഷയം ബാധിക്കാതെ ആത്മന, ദേഹവും മനസ്സോടുകൂടി ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ, അതായത് അല്ലാതെ വയ്യാണ്ടാവണേന്റെ മുമ്പേ, ആശു, അതായത് വേഗം, കാലം ഡിലേ ഇല്ലാതെ, കാലവിളംബമില്ലാതെ, പാപ നിഷ്കൃത, പ്രായശ്ചിത്തം ചെയ്യാൻ യഥേത യത്നിക്കണം. രുജാം, രോഗങ്ങളുടെ നിദാനവിദ്, നിദാനം അറിവുള്ള, ഭിഷക് വൈദ്യൻ, ദോഷസ്യ, ദോഷത്തിന്റെ, ഗുരുലാഘവം ഏറ്റക്കുറവിനെ ദൃഷ്ടുവ കണ്ടുപിടിച്ച് യഥാവിധി ചികിത്സേത, ചികിത്സ ചെയ്യുന്ന പോലെ. അതായത് രോഗം മൂർച്ഛിക്കണേന്റെ മുമ്പ് തന്നെ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഏത് കഫോ പിത്തോ, എന്താ വാതോ പിത്തോ കഫോ എന്താണ്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാവണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് രോഗം മൂർച്ഛിക്കണതിന് മുമ്പ് തന്നെ ഒരു വൈദ്യൻ എങ്ങനെ ചികിത്സ നടത്തുന്നുവോ അതുപോലെ നമുക്ക് വയസ്സായി ശക്തി മുഴുവനെ ക്ഷയിച്ച് ദേഹങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റാതാവുന്നതിന് മുമ്പ് തന്നെ യാതൊരു കാലവിളംബം ഇല്ലാതെ അധികം കാത്തു നിൽക്കണം. ഇതൊക്കെ നമുക്ക് ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം നമുക്ക് അത്ര ക്ഷയിക്കണതിന്റെ മുമ്പ് തന്നെ പ്രായശ്ചിത്തം, പാപം ചെയ്തതിൻ്റെയൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചോളണം. എന്നാലേ നമുക്ക് മരിക്കുമ്പോ ഈ നരകത്ത് പോവാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അതായത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രായശ്ചിത്തം, നമുക്ക് അധികം വയസ്സായി ഇന്ദ്രിയങ്ങളും ശരീരമൊക്കെ വല്ലാതെ ക്ഷയിച്ച് വയ്യാണ്ടാവണേന്റെ മുമ്പ് തന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ യത്നിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. എന്താച്ചാൽ അല്ലെങ്കിൽ പ്രായമായതിനു ശേഷം ചെയ്യാന്ന് വിചാരിച്ച നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം മരിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഏതുപോലെ വെച്ചാൽ രോഗം വല്ലാതെ മൂർച്ഛിക്കണതിന്റെ മുമ്പ് വേണമല്ലോ ചികിത്സ.
രോഗം വല്ലാതെ മൂർച്ഛിച്ചാൽ പിന്നെ ചികിത്സ ഫലിക്കാതെ മരിച്ചു തന്നെ വരാം. അതുപോലെയാണ് പാപകർമ്മങ്ങളുടെ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്ക് ആരോഗ്യവും ബുദ്ധിയും ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ള കാലത്ത് തന്നെ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. തസ്മാത് പുരൈവാശ്വിഹ പാപനിഷ്കൃതൗ യതേത മൃത്യോരവിപദ്യതാത്മന ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ ഭിഷക് ഡോക്ടറെ ചികിത്സേത രുചാം നിദാനവിദ്. രോഗത്തിനെ മൂർച്ഛിക്കണതിന് മുമ്പേ ഒരു ഡോക്ടർ ചികിത്സിക്കണ പോലെ തന്നെയാണ് നമുക്ക് വല്ലാതെ വയ്യാണ്ടാവണതിന് മുമ്പേ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ യത്നിക്കണം എന്ന് അല്ലേ. ഇനി 9ാമത്തെ ശ്ലോകം ചെല്ലാം. അല്ലേ, അതെ, 9. ദൃഷ്ടശ്രുതാഭ്യാം രാജോവാച. അപ്പൊ രാജാവ് പറയണം കേട്ടോ. ദൃഷ്ടശ്രുതാഭ്യാം യത് പാപം ജാനന്യപ്യാത്മനോഹിതം കരോതി ഭൂയോ വിവശ പ്രായശ്ചിത്തമഥോ കഥം. അപ്പൊ രാജാവിന് സംശയം. എന്താ രാജാവ് ചോദിച്ചേ? പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, ദൃഷ്ടശ്രുതാഭ്യാം, ദൃഷ്ടം കാണുക അല്ലേ, കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും, ശ്രുതി അതായത് ശ്രോത്രം, ചെവി കൂടെ കേൾക്കുകയും കാണുക, അതാണ് ദൃഷ്ടശ്രുതാഭ്യാം, കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും, പാപം യത്, പാപം എന്നുള്ളത്, ആത്മന തനിക്ക്, അഹിതം ഹാനികരമാണെന്ന്, ജാനൻ അഭി, അതായത് എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ നമുക്ക് പാപമുണ്ട്, അത് നമുക്ക് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ടും കൂടി വിവശ, ഈ നമ്മുടെ വാസനകൾ കാരണം, പ്രകൃതിയിലത്തെ വാസനകൾ കാരണം, വാസനകൾക്ക് അടിമയായിട്ട് ഭൂയ അത് വീണ്ടും ചെയ്യണു. പലരും ചെയ്യണത് തെറ്റാന്ന് അറിഞ്ഞും കൊണ്ട്, അത് നമ്മളൊക്കെ പാപാണെന്ന് അറിഞ്ഞും കൊണ്ട് പിന്നെയും പിന്നെയും കർമ്മവാസന കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ദുര്യോധനൊക്കെ പറയൂലോ അങ്ങനെ. ദുര്യോധൻ കൃഷ്ണനോടനെ പറയുന്നുണ്ട്, ഞാൻ ചെയ്യണതൊക്കെ അധർമ്മമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഏതോ ഒരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിക്കണു, ഞാൻ പിന്നെയും പിന്നെയും ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണ് പറയണത്, നമ്മൾ ചെയ്യണത് തെറ്റാന്ന് അറിഞ്ഞും കൊണ്ട് പിന്നെയും പിന്നെയും നമ്മള് നമ്മുടെ കർമ്മവാസന, മുജ്ജന്മവാസന കൊണ്ട് പിന്നെയും പിന്നെയും തെറ്റുകൾ ചെയ്യുക. അതിനെയാണ് ഇവിടെ ചെയ്യുന്നു. അഥോ അത് കാരണം പ്രായശ്ചിത്തം, പാപനിവൃത്തിക്കുള്ള കർമ്മം, കഥം എങ്ങനെ സഫലമാകും അങ്ങനെ ഒരാൾക്ക്. അതാണ് ഇപ്പൊ രാജാവിന്റെ സംശയം. ഈ പൂർവജന്മ ദുഷ്കൃത വാസന കാരണം പിന്നെയും പിന്നെയും പാപം ചെയ്യണ, പ്രായശ്ചിത്തം പാപനിവൃത്തിക്കുള്ള, അങ്ങനെയുള്ളവരെ പാപനിവൃത്തിക്ക് കർമ്മ, അങ്ങനെയുള്ളവരുടെ പാപനിവൃത്തിക്കുള്ള കർമ്മം എങ്ങനെയാ സഫലാകുക എന്ന്. അതായത് കർമ്മവാസന കൊണ്ട് പിന്നെയും പിന്നെയും അറിഞ്ഞും കൊണ്ട് തന്നെ ഹാനികരാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും പാപം ചെയ്യണവർക്ക് പാപനിവൃത്തിക്കുള്ള കർമ്മം എങ്ങനെയാ സഫലാകുക എന്നാണ് ചോദിക്കണം. അതാണ് പ്രായശ്ചിത്തം കഥം, എങ്ങനെയാണ് പ്രായശ്ചിത്തം സഫലാകുക എന്നാണ് രാജാവിന്റെ ചോദ്യം. അത് ശരിയല്ലേ? അതായത് കുറ്റം മരണാനന്തരം നരകത്തിൽ വീഴുന്നൊക്കെ എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് പലർക്കും അറിയുകയും ചെയ്യാതെ. പക്ഷേ നമ്മളെ നശിപ്പിക്കുന്നതാണ് ഈ നമ്മൾ ചെയ്യണ ദുഷ്കൃതങ്ങളെ അറിഞ്ഞാലും ഈ മുജ്ജന്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ പാപവാസനയെന്ന് കരകയറാൻ പറ്റാതെ അതിന് അടിമയായിട്ട് പിന്നെയും പിന്നെയും പ്രകൃതിക്ക് അധീനനായിട്ട് പാപം ചെയ്യാതിരിക്കുക. അപ്പോ പ്രായശ്ചിത്തം എങ്ങനെയാണ് അതിനൊരു പരിഹാരമായിട്ടുണ്ടാവുക എന്നാണ് ശരിക്കും ഇപ്പോ ഇതില് പരീക്ഷിത് മഹാരാജന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ പരീക്ഷിത് മഹാരാജാവിന്റെ ആ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ സെഷൻ നിർത്താം. എന്നിട്ട് പിന്നെ എന്താ പറയാ, ശുകബ്രഹ്മർഷി അതിന് ഉത്തരം പറയണതാണ്. രാജാവിന് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ, അത് നാളെ അല്ലെങ്കിൽ സമയം കൂടിപ്പോകും. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏതാ? പിന്നെയും പിന്നെയും പാപവാസനകൾ കാരണം പിന്നെയും പിന്നെയും പാപം ചെയ്യണവർക്ക് എങ്ങനെയാണ് പ്രായശ്ചിത്തം ആ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തീരുകയാണ്. അപ്പൊ നമുക്ക് 9 വായിച്ചിട്ട് നിർത്താം. ദൃഷ്ടശ്രുതാഭ്യാം യത് പാപം ജാനന്യപ്യാത്മനോഹിതം കരോതി ഭൂയോ വിവശ പ്രായശ്ചിത്തമഥോ കഥം. അതാണ്
ആത്മന അഹിതം ആത്മനോഹിതം എന്ന് പറഞ്ഞല്ലോ. ആത്മനാഹിതം അത് അവനവന് ഹാനിയാണെന്ന്, ആത്മാവിന് ഹാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും പാപവാസന നശിക്കാഞ്ഞിട്ടേ ചെയ്തു പോയാൽ അങ്ങനെയുള്ളവർക്ക് ഈ പ്രായശ്ചിത്തം എങ്ങനെയാണ് പാപത്തിന് പരിഹാരമായി തീരുക എന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത ഒരു ശ്ലോകം കൂടിയും പരീക്ഷത്തിന്റെ അത് നമുക്ക് നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ